ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടിന്റെ നാളത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. നിധിക്ക് മെസ്സേജ് അയച്ചും വിവാഹം കഴിക്കണമെന്നും പറഞ്ഞ് ശല്യപ്പെടുത്തിയ സിദ്ധാർത്ഥിനെ വീട്ടിൽ നിന്ന് ഇറക്കി തല്ലുകയാണ് സുധീഷ്. ഇക്കാര്യം അറിഞ്ഞ നിധി ഒരുപാട് സന്തോഷിക്കുന്നു. സിദ്ധാർത്ഥിനെ തനിക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്തതിന്റെ വിഷമത്തിലായിരുന്നു. ഇപ്പൊ സമാധാനമായി. അങ്ങനെ സുധീഷ് ചെയ്തത് നന്നായി എന്ന് പറയുകയാണ് നിധി. നിധിയുടെയും സുധീഷിന്റെയും കല്യാണം നടന്നത് എങ്ങനെയാണെന്ന് സുഭാഷാണ് സിദ്ധാർത്ഥിനോട് പറഞ്ഞത്. അതിന്റെ പേരിൽ നിധി സുഭാഷിനോട് ദേഷ്യപ്പെട്ടുവെങ്കിലും ഇപ്പോഴാ ദേഷ്യം മാറിയിരിക്കുകയാണ്. നിധിയും സുഭാഷും പരസ്പരം സോറി പറയുകയും ചേർത്ത് പിടിക്കുകയൊക്കെയാണ്. ഇത് കണ്ട് സുധീഷും ഭാസ്കരനും നികേഷും ഹരീഷും എല്ലാം സന്തോഷിക്കുന്നു. തുടർന്ന് റൂമിലേക്ക് വന്ന നിധി വാതിലടച്ചിട്ട് ഓഫീസിലേക്ക് പോകാനായി റെഡിയാകുകയാണ്. പെട്ടെന്ന് നിധി കാണുകയാണ് അവിടെ ഒരു പാമ്പിനെ. ഭയത്തോടുകൂടി നിധി ഉറക്കെ പറയുന്നു, അയ്യോ പാമ്പ്, സുധീഷെ പാമ്പ്. ഇത് കിട്ടി ഞെട്ടി സുധീഷ് പറയുകയാണ്, സുഭാഷേട്ടാ നിധി കരയുന്നു, ഓടിവാ. എന്താ മോളെ എന്ന് ചോദിച്ച് സുഭാഷും അവിടേക്ക് ഓടി വരികയാണ്. വാതിലിൽ തട്ടി സുധീഷ് ചോദിക്കുന്നു, നിധി എന്തു പറ്റി? കരഞ്ഞുകൊണ്ട് നിധി പറയുന്നു, സുധീഷ് ഇവിടെ ഒരു പാമ്പ്. എന്ത് പറ്റിയെന്ന് ചോദിച്ച് നികേഷും ഹരീഷും അവിടേക്ക് വരികയാണ്. ഭയം കാരണം നിധിക്ക് വാതിൽ തുറക്കാൻ കഴിയുന്നില്ല. നിധി എന്താ പറ്റിയതെന്ന് സുധീഷ് ചോദിക്കുമ്പോൾ നിധി പറയുകയാണ്, സുധീഷ് ഇവിടെ ഒരു പാമ്പുണ്ട്. ഞെട്ടി പാമ്പോ എന്ന് ചോദിച്ച് എല്ലാവരും മുഖത്തോട് മുഖം നോക്കുകയാണ്. വാതിലിൽ തട്ടി ബഹളം ഉണ്ടാക്കിക്കൊണ്ട് സുധീഷ് പറയുന്നു, നിധി വാതിൽ തുറക്ക്, കതകിന്റെ കുറ്റി ഇട്ടിരിക്കുക, തുറക്കാൻ പറ്റുന്നില്ല. ഭയത്തോടുകൂടി കണ്ണടച്ച് നിൽക്കുകയാണ് നിധി. സുധീഷ് പറയുന്നു, നിധി പേടിക്കാതെ കതക് തുറക്ക്. കണ്ടു തുറന്നു നോക്കുന്ന നിധി പാമ്പിനെ അവിടെ കാണുന്നില്ല. എവിടെ പോയെന്നറിയാതെ ചുറ്റും നോക്കിയിട്ട് നിധി ഓടി വന്ന് വാതിൽ തുറന്ന് പുറത്തേക്ക് ഓടുകയാണ്. എന്താ മോളെന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ നിധി പറയുന്നു, പാമ്പ്, വലിയൊരു പാമ്പ് അകത്തുണ്ടോ എന്ന് സുധീഷ് ഭയത്തോടുകൂടി ചോദിക്കുമ്പോൾ നീ വാടാ നമുക്ക് നോക്കാന്ന് പറഞ്ഞ് സുഭാഷ് സുധീഷിനെ കൂട്ടി അകത്തേക്ക് കയറാനായി തുടങ്ങുകയാണ്. നികേഷ് ചോദിക്കുന്നു, നിങ്ങളെന്താ ഇങ്ങനെ പോകുന്നത്? കമ്പങ്ങാണ് എടുത്തോണ്ട് പോകും, പാമ്പിന്റെ കയ്യിൽ എടുത്തോണ്ട് വരാൻ പറ്റില്ലല്ലോ. ഹരീഷ് ഒരു കമ്പെടുത്തോണ്ട് വന്ന് സുഭാഷിന്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. സുധീഷും ഹരീഷും ഓരോ കമ്പെടുത്തോണ്ട് റൂമിനകത്തേക്ക് കയറുന്നു. നികേഷ് ഭയത്തോടുകൂടി കസേരയുടെ മുകളിലേക്ക് കയറി നിൽക്കുകയാണ്. ഇത് കണ്ട് നിധി ചോദിക്കുന്നു, നികേഷ് നീ എന്താണ് ഈ ചെയ്യുന്നത്? അപ്പൊ നികേഷ് പറയുകയാണ്, ആ പാമ്പ് പുറത്തേക്ക് ഇറങ്ങി വന്നാലോ? അങ്ങനെ വരുമോ എന്ന് ചോദിക്കുമ്പോൾ നികേഷ് പറയുകയാണ്, ഏട്ടത്തിയും കസേരയുടെ മുകളിൽ കയറി നിൽക്ക്. ഇത് കേട്ട് നിധിയും കസേരയുടെ മുകളിലേക്ക് കയറി നിൽക്കുകയാണ്. റൂമിനകത്തേക്ക് കയറിയ സുധീഷും ഹരീഷും സുഭാഷും എല്ലാം പാമ്പിനെ അന്വേഷിക്കുകയാണ്. ഭയത്തോടുകൂടി ചുറ്റും നോക്കിക്കൊണ്ട് സുധീഷ് പറയുന്നു, പാമ്പേ ഹാൻഡ്സ് മിസ്റ്റർ പാമ്പ്, നിങ്ങൾ എവിടെയാണ്? സുഭാഷ് പറയുകയാണ്, എവിടെയാ കാണുന്നില്ലല്ലോ. മോളെ നിധി ഇങ്ങോട്ടൊന്ന് വന്നേ. ഭയത്തോടുകൂടി നിധി കസേരയിൽ നിന്ന് ഇറങ്ങുകയാണ്. നികേഷിനെ ഒന്ന് നോക്കിയിട്ട് നിധി പറയുന്നു, എടാ നീ വടാ. ഞാൻ വരില്ല എന്ന് നികേഷ് പറയുമ്പോൾ എനിക്ക് തനിച്ചു പോകാൻ പേടിയാ, നീ ഇങ്ങോട്ട് വാന്ന് പറഞ്ഞ് നികേഷിനെ പിടിച്ചു വലിച്ച് റൂമിലേക്ക് പോവുകയാണ് നിധി. സുഭാഷ് ചോദിക്കുന്നു, മോളെ എവിടാ കണ്ടത്? ഇവിടെ ആയിരുന്നു എന്ന് നിധി പറയുമ്പോൾ സുഭാഷ് ചോദിക്കുന്നു, പാമ്പ് എങ്ങോട്ടാ പോയത്? കണ്ടായിരുന്നോ? അപ്പൊ സുധീഷ് പറയുകയാണ്, ഇവിടെങ്ങും പാമ്പില്ലല്ലോ. അപ്പൊ നിധി പറയുകയാണ്, ഞാൻ കണ്ടതാ. പെട്ടെന്ന് അവർ കാണുകയാണ് ജനലിലൂടെ പുറത്തേക്ക് പോകുന്ന പാമ്പിനെ. കമ്പുമായി സുഭാഷ് പുറകെ ചെല്ലുന്നുവെങ്കിലും പാമ്പ് പുറത്തേക്ക് പോവുകയാണ്. ഇത് കണ്ട് ഹരീഷ് പറയുന്നു, സുഭാഷേട്ടാ പാമ്പ് പോയി, ഇങ്ങ് പോരെ. അപ്പൊ സുഭാഷ് പറയുകയാണ്, മോളെ പാമ്പ് പോയി, ഈ റൂമിലെങ്ങും പാമ്പില്ലേ. അപ്പൊ നിധി പറയുകയാണ്, ഞാൻ പേടിച്ചു പോയി സുഭാഷേട്ടാ, ചെറുപ്രായം തൊട്ടേ എനിക്ക് പാമ്പിനെ പേടിയാ. അപ്പൊ സുഭാഷ് പറയുകയാണ്, ഇനി വരില്ല മോളെ പാമ്പ്. നിധി വെള്ളം കുടിക്കാന്ന് പറഞ്ഞ് സുധീഷ് വെള്ളം എടുത്തു കൊടുക്കുകയാണ്. നിധി വെള്ളം കുടിക്കുമ്പോൾ സുധീഷ് പറയുന്നു, അത് പോയി, ഇനി അതിങ്ങോട്ട് വരില്ല. അപ്പൊ സുഭാഷ് പറയുകയാണ്, സുധീഷ് പാമ്പ് നമ്മുടെ വീട്ടിലേക്ക് വന്നിട്ട് ഒരുപാട് നാളായല്ലേ? ഇത് കെട്ടിച്ചിട്ട് നിധി ചോദിക്കുകയാണ്, ഒരുപാട് നാളായിരുന്നോ? അപ്പൊ പാമ്പ് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരാറുണ്ടോ? അപ്പൊ സുഭാഷ് പറയുകയാണ്, ആ നേരത്തെ വരാറുണ്ടായിരുന്നു, മോള് വന്നതിന് ശേഷം ഇവിടെ പാമ്പ് വരാറില്ല. സുധീഷ് ചോദിക്കുന്നു, അതെന്താ പാമ്പിന് നിധിയെ കാണുമ്പോ പേടിയാകുമോ? അതോ പാമ്പിന് നിധിയെ ഇഷ്ടമല്ലേ? അപ്പൊ നിധി പറയുകയാണ്, ഇത് തന്നെ വീണ്ടും വീണ്ടും പറയാതെ. സുധീഷ് ചോദിക്കുന്നു, എന്താ പാമ്പെന്ന് പറയുന്നു? അപ്പൊ നിധി പറയുകയാണ്, അത് തന്നെ പറയരുതെന്ന്. എന്താ സുഭാഷേട്ടാ ഈ പറയുന്നേ? വിരുന്നുകാര് വരുന്നത് പോലെ ഇടയ്ക്കിടയ്ക്ക് വരുന്നതാണെന്ന് പറയുന്നു. സുഭാഷേട്ടാ ഇപ്പൊ വന്നത് വിഷപ്പാമ്പാണോ? സുഭാഷ് പറയുകയാണ്, അയ്യോ അത് വിഷപ്പാമ്പൊന്നും അല്ല മോളെ, അത് ചേരപ്പാമ്പായിരിക്കും. പാമ്പ് തന്നെ പലതരം ഉണ്ട്. ഇത് കേട്ട് നിധി ചോദിക്കണേ, എന്താ സുഭാഷേട്ടാ ഇത്? പാമ്പിനെ തരം തിരിച്ചു വരെ പറയുന്നു. ജനലിന്റെ അരികിലേക്ക് വന്ന ഹരീഷെ ചുറ്റും നോക്കുമ്പോൾ സുധീഷ് ചോദിക്കുന്നു, നീ എന്താടാ നോക്കുന്നേ? അപ്പൊ ഹരീഷ് പറയുകയാണ്, ഇത്രയും വലിയൊരു പാമ്പ് എങ്ങനെ ഈ റൂമിൽ വന്നത്? സുധീഷ് പറയുന്നു, ഇതിലെ ആയിരിക്കും, അതിന്റെ വഴി ഇത് തന്നെ ആകാനേ സാധ്യതയുള്ളൂ. ആദ്യം നമുക്ക് ഈ ജനൽ അടച്ചിടാം. ജനല് നല്ല ടൈറ്റ് ആയിട്ടിരിക്കുക, അടയ്ക്കാൻ പറ്റുന്നില്ല. അപ്പൊ നിധി പറയണ, അതെ സുഭാഷിട്ടാ, ഞാൻ വളരെ പാടുപെട്ട ജനൽ അടയ്ക്കുന്നത്. ഇത് കേട്ട് സുഭാഷ് പറയണ, അത് നേരത്തെ പറയണ്ടായിരുന്നോ മോളെ? അപ്പൊ സുധീഷ് പറയുന്നു, ഈ വീട് ഇങ്ങനെയാണെങ്കിൽ പാമ്പല്ല എല്ലാ ജീവികളും വന്നു കയറും. ഇത് കേട്ട് നിധി പറയണ, വീടെന്ന് പറഞ്ഞാൽ സേഫ് ആയിട്ടുള്ള സ്ഥലമൊന്നല്ലേ, ഇങ്ങനെ പേടിച്ച് ജീവിക്കാൻ പറ്റുമോ? എങ്ങനെ ഈ വീട്ടില് സമാധാനമായിട്ടിരിക്കും? എവിടെ പോയാലും അവിടെ പാമ്പുണ്ടോ ഇവിടെ പാമ്പുണ്ടോ എന്നല്ലേ തോന്നും. സുധീഷ് പറയണ, നിധി പറഞ്ഞത് കറക്റ്റ് അല്ലേ സുഭാഷേട്ടാ, നേരത്തെ വീട്ടിലേക്ക് പാമ്പ് വന്നപ്പോ തന്നെ നമ്മൾ ഇതെല്ലാം ശരിയാക്കണമായിരുന്നു. അപ്പൊ നിധി പറയണ, ഞാൻ ഈ റൂമിനകത്ത് എങ്ങനെ കഴിയുമെന്ന് അറിയില്ല, എനിക്ക് നിങ്ങളെ പോലെ ഒന്നും ജീവിക്കാൻ പറ്റില്ല. ഇത് കേട്ട് സുധീഷ് പറയണ, നിധി പേടിക്കണ്ട, അതൊക്കെ ശരിയാക്കാം. നിധി പോയി ഹോളിലിരിക്കെ, ഞങ്ങൾ ഒന്നുകൂടി നോക്കിയിട്ട് വരാം. നികേഷെ നിധിയും കൂടി പോ. അവർ പുറത്തേക്ക് പോകുമ്പോൾ സുധീഷ് പറയണ, ഈ റൂം ഒന്ന് നോക്കിക്കേ സുഭാഷേട്ടാ, അവിടെ ഇവിടെയൊക്കെ ഓട്ടയാ, അതെല്ലാം ആദ്യം അടയ്ക്കണം, ജനല് ശരിയാക്കണം, പിൻവശത്തെ ഓട് താഴെ വീഴുന്നുണ്ട്, ഇതെല്ലാം ആദ്യം ശരിയാക്കണം. അപ്പൊ സുഭാഷ് പറയണ, ഇതെല്ലാം ഒന്ന് ശരിയാക്കണമെന്ന് നമ്മൾ ചിന്തിച്ചാൽ തന്നെ പ്രശ്നം ഉണ്ടാക്കാൻ
നോക്കാനായി വലിയച്ഛനും അമ്മായിയും വരുമല്ലോ. അപ്പൊ സുധീഷ് പറയണ അതിനെ കുറിച്ച് ഇനി ആലോചിക്കണ്ട. നിധിയുടെ ഭയം കണ്ടില്ലേ, ഇനി അവൾ ഈ റൂമിലേക്ക് വരുമ്പോഴെല്ലാം അവള് പേടിക്കും. സുഭാഷ് പറയണ മനസ്സിലാവുന്നുണ്ടടാ, പെട്ടെന്ന് തന്നെ നമുക്ക് ഇതെല്ലാം ശരിയാക്കാം. തുടർന്ന് പുറത്തേക്ക് ഇറങ്ങി വന്ന ഹരീഷ് പറയുന്നു ഏട്ടത്തി പേടിക്കണ്ട, അത് പുറത്തുപോയി ഇനി വരത്തില്ല. അപ്പൊ നിധി പറയണ എന്നാലും സാരമില്ല, ആ റൂം അങ്ങ് അടച്ചിട്ടേര്, എനിക്ക് അതിനകത്ത് കയറാനേ പേടിയാ. ശരിയെന്ന് പറഞ്ഞ് സുധീഷ് റൂമിന്റെ വാതിൽ അടയ്ക്കുകയാണ്. തുടർന്ന് സുധീഷിന്റെ ഒപ്പം കാറിൽ ഓഫീസിലേക്ക് പോവുകയാണ് നിധി. പെട്ടെന്നൊന്ന് ആലോചിച്ച് നിധി തന്റെ കാറിന്റെ അരികിലും കാറിലും ഒക്കെ പാമ്പുണ്ടോ എന്ന് നോക്കുകയാണ്. ഇത് കണ്ട് സുധീഷ് ചോദിക്കുന്നു എന്താ നിധി, പാമ്പ് ഇതിനകത്തുണ്ടോ എന്ന് നോക്കുകയാണ്. അപ്പൊ നിധി പറയണ അതെ, ഈ കാറ് നമ്മുടെ വീടിന്റെ മുന്നിൽ കിടന്നല്ലേ, റൂമിൽ നിന്ന് ഇറങ്ങിയ പാമ്പ് കാറി വന്ന് കയറി കാണുമെന്ന് അറിയില്ലല്ലോ. ചിരിച്ചുകൊണ്ട് സുധീഷ് പറയുന്നു അങ്ങനെയൊന്നും കേറില്ല നിധി. നിധി ഓഫീസിൽ പോയിട്ട് വരുന്നതിന് മുമ്പേ നിധിയുടെ റൂമിന്റെ ജനലും ചെറിയ ചെറിയ ഓട്ടകളും എല്ലാം ഞങ്ങൾ അടച്ചേക്കാം, അതിനെ കുറിച്ച് ഇനിയും പേടിക്കണ്ട, ഉറപ്പാണോ എന്ന് നിധി ചോദിക്കുമ്പോൾ സുധീഷ് പറയണ സത്യമാ നിധി. തുടർന്ന് സുധീഷ് ചോദിക്കണ ഇപ്പൊ നോർമൽ ആയോ നിധി. അതെന്താ അങ്ങനെ ചോദിക്കുന്നതെന്ന് നിധി ചോദിക്കുമ്പോൾ സുധീഷ് പറയണ ഇന്നലെ സുഭാഷേട്ടനോട് എന്തൊരു ദേഷ്യമായിരുന്നു. അപ്പൊ നിധി പറയണ അതെ, ഞാൻ വല്ലാതെ ദേഷ്യപ്പെട്ടു സുഭാഷേട്ടനോട്, പാവം രാവിലെ ഒരുപാട് കരഞ്ഞു, അത് കണ്ടപ്പോൾ എനിക്ക് എന്നോട് തന്നെ ദേഷ്യം തോന്നി. അപ്പൊ സുധീഷ് പറയണ ശരി, ഇപ്പൊ സമാധാനമായില്ലേ, ഒരു വീടാകുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാകും. ഇപ്പൊ ഞങ്ങളുടെ കാര്യം തന്നെ നോക്ക്, ഞാനും ഹരീഷും കൂടി എന്തോരം തല്ലുകൂടാറുണ്ട്, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഞങ്ങള് തോളിൽ കയറ്റി നടക്കും, അതങ്ങനാ. ഇത് കിട്ടിയ നിധി പറയണ സുധീഷ് ഇടയ്ക്കിടയ്ക്ക് പോയി സിദ്ധാർത്ഥനോട് വഴക്കുണ്ടാക്കുന്നത്, അവനെ തല്ലുന്നത് അത് വേണ്ട, ഇനി ഞാൻ നോക്കിക്കോളാം, അവനെ എങ്ങനെ വെറുതെ വിടാനാണ് നിധി എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ നിധി പറയണ സുധീഷ് ദയവ് ചെയ്ത് പ്രശ്നം വെറുതാക്കരുത്, ഇതോടെ അവസാനിപ്പിച്ചേര്, ഇനി അവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം, എനിക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ ഞാൻ സുധീഷിനോട് ചോദിക്കും, ഇനി സിദ്ധാർത്ഥനോട് പ്രശ്നത്തിന് പോകില്ല എന്ന് എനിക്ക് പ്രോമിസ് ചെയ്യേ. അപ്പൊ സുധീഷ് പറയണ പ്രോമിസ് ഒന്നും ചെയ്യാൻ പറ്റില്ല നിധി, ഞാൻ ശ്രമിക്കാം അത്രേ ഉള്ളൂ. അപ്പൊ നിധി പറയണ പ്ലീസ് സുധീഷ് ഇനി അവനെ ഒന്നും ചെയ്യരുത്. അപ്പൊ സുധീഷ് പറയണ അവനെ അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല നിധി, അവൻ അതിര് കടക്കും. അപ്പൊ നിധി പറയണ സുധീഷ് എന്തിനാ വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്നത്, ഇത് എന്റെ പ്രശ്നമല്ലേ, ഞാൻ നോക്കിക്കോളാം, എനിക്ക് ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ സുധീഷിനോട് പറയും, അപ്പൊ എന്നെ ഹെൽപ്പ് ചെയ്താൽ മതി. അപ്പൊ സുധീഷ് പറയണ നിധി ഞാനൊന്ന് ചോദിക്കട്ടെ, അവന്റെ സ്വഭാവം മനസ്സിലായില്ലേ, ഇനി എന്തിനാ നിധി അവിടെ ജോലി ചെയ്യുന്നത്. നിധി വേറൊന്നും കൊണ്ടുമല്ല ഞാനത് പറഞ്ഞത്, നിധിയെ കുറിച്ച് അവൻ എല്ലാം അറിഞ്ഞു, നിധിയുടെ ലൈഫിനെ കുറിച്ച് അവൻ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി, പിന്നെ എന്തിനാ അവിടെ ജോലി ചെയ്യുന്നത്. അപ്പൊ നിധി പറയണ സുധീഷ് ഞാൻ പഠിച്ചിറങ്ങിയതിന് ശേഷം എത്ര കഷ്ടപ്പെട്ട് കിട്ടിയ ജോലിയാ, സുധീഷ് തന്നെയല്ലേ എന്നെ എല്ലാ ഇന്റർവ്യൂവിനും കൊണ്ടുപോയത്, അതെല്ലാം മറന്നോ. ഈ ഫീൽഡിൽ ജോലി കിട്ടുന്നത് വലിയ പാടാ, കുറച്ചുനാൾ അവിടെ ജോലി ചെയ്താലേ എനിക്ക് 6 months എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കിട്ടും. അവന്റെ അടുത്ത് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരുന്നാൽ അവൻ ഉറപ്പായിട്ടും കോൺട്രാക്ട് സർട്ടിഫിക്കറ്റ് നന്നായി തരില്ല. ഞാൻ ഒരുപാട് പ്രോജക്റ്റുകൾ ചെയ്തു, അതെല്ലാം എന്റെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വരണ്ടേ. ഞാൻ വേറൊരു കമ്പനിയിലേക്ക് ജോലിക്കായി പോയാൽ ആ കമ്പനിയിലുള്ളവർ നിധി നന്നായി നിങ്ങളുടെ കമ്പനിയിൽ ജോലി ചെയ്തോന്ന് സിദ്ധാർത്ഥന്റെ ഫോണിലേക്കായിരിക്കും വിളിച്ചു ചോദിക്കുക. ഇതെല്ലാം ഉള്ളതുകൊണ്ടാ സുധീഷ് എനിക്ക് അവന്റെ മുഖം കണ്ടുകൊണ്ട് ജോലി ചെയ്യാൻ ഇഷ്ടമല്ല. എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് വേറെ വഴിയില്ല. ഈ ഇൻഡസ്ട്രി വളരെ ചെറുതാണ് സുധീഷ്, നമുക്ക് പകരം ഒരുപാട് ആൾക്കാർ വരും, ജോലി കളയാൻ എളുപ്പമാണ്. ആ ജോലി കളഞ്ഞു വരുമ്പോൾ മറ്റൊരു നല്ല ജോലി വേണം, അതുകൊണ്ട് എനിക്ക് വേണ്ടി സുധീഷ് ഒന്ന് ക്ഷമിക്കുക, ഇനിയും പ്രശ്നത്തിന് പോകുമോ. അപ്പൊ സുധീഷ് പറയണ ട്രൈ ചെയ്യാം. ഇത് കേട്ട് നിധി ദേഷ്യത്തോടു കൂടി ഇരിക്കുമ്പോൾ സുധീഷ് പറയണ ഞാൻ പ്രശ്നത്തിന് പോകില്ല, നിധിക്ക് എന്നെ വിശ്വസിക്കാം. തുടർന്ന് നിധിയെ ഓഫീസിലാക്കിയിട്ട് വീട്ടിലേക്ക് വന്ന സുധീഷ് സുഭാഷിന്റെയും ഹരീഷിന്റെയും ഒപ്പം നിധിയുടെ റൂം വൃത്തിയാക്കുകയാണ്. ഈ സമയം ഹരീഷിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് നീതു. ഫോൺ അറ്റൻഡ് ചെയ്ത ഹരീഷിനോട് നീതു ചോദിക്കുന്നു നീ കടയിലേക്ക് എപ്പോഴാ വരുന്നത്. അപ്പൊ ഹരീഷ് പറയണ അറിയില്ല, ഇന്ന് ഞാൻ കടയിലേക്ക് വരാൻ ലേറ്റ് ആകും, വീട്ടിൽ കുറച്ച് ജോലിയുണ്ട്. എന്ത് ജോലിന്ന് നീതു ചോദിക്കുമ്പോൾ ഹരീഷ് പറയണ രാവിലെ ഏട്ടത്തിയുടെ റൂമിലേക്ക് ഒരു പാമ്പ് വന്നു, പാവം ഒരുപാട് ഭയന്നു, ജനലിന്റെ വഴിയാ പാമ്പ് വന്നേന്ന് വിചാരിക്കുന്നു, ജനൽ അടയ്ക്കാൻ പറ്റുന്നില്ല, ഏട്ടത്തിയുടെ റൂം ശരിയാക്കണം, പിന്നെ വന്ന പാമ്പ് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ കണ്ടുപിടിക്കാനായി പാമ്പ് പിടിക്കുന്ന ആളെയും വിളിച്ചിട്ടുണ്ട്, അതുമാത്രമല്ല വീടിനകത്ത് ഒരുപാട് പണിയുണ്ട്, അതൊക്കെ ചെയ്യാനായി ആൾക്കാരെ വിളിച്ചിട്ടുണ്ട്, അതെല്ലാം കഴിഞ്ഞിട്ട് എനിക്ക് കടയിലേക്ക് വരാൻ പറ്റും. നീതു ചോദിക്കാണ് ഒരു പാമ്പല്ലേ വന്നത്, അതിനെന്തിനാ നിങ്ങൾ ഇങ്ങനെ ടെൻഷൻ ആകുന്നത്. ഹരീഷ് ചോദിക്കുന്നു നിനക്ക് പാമ്പിനെ പേടിയില്ലേ. നീതു പറയണ നമ്മൾ അതിനെ ഒന്നും ചെയ്തില്ലെങ്കിൽ അത് നമ്മളെ ഒന്നും ചെയ്യില്ല, ഞങ്ങളുടെ വീടിനുള്ളിലും പാമ്പ് വന്നിട്ടുണ്ട്, ഞങ്ങൾ ആരും ഇങ്ങനെ പേടിച്ചിട്ടില്ല. അപ്പൊ ഹരീഷ് പറയണ ഇവിടെ അങ്ങനല്ല നീതു, ഏട്ടത്തിയുടെ റൂമിലാ വന്നത്, വലിയ പാമ്പാ, ഞങ്ങൾ കണ്ട് ഭയന്നു പോയി. പാമ്പ് എന്നാ വന്നതെന്ന് നീതു ചോദിക്കുമ്പോൾ ഹരീഷ് പറയണ ഇന്ന് രാവിലെയാ. അപ്പൊ നീതു പറയണ രാവിലെ പാമ്പ് വന്നതേ ഉള്ളൂ, ഉടനെ റൂമും വീടും ഒക്കെ വൃത്തിയാക്കാൻ തുടങ്ങി. ആ വീട്ടില് നിധിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ മാത്രം എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് നടക്കും, ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അതിനെക്കുറിച്ച് ആലോചിക്കാതെ ചെയ്യാൻ പറ്റില്ല, ഏട്ടത്തിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ കാലിന് ചൂടുവെള്ളം വീണതുപോലെ ഓടുന്നത് എല്ലാരും. അങ്ങനെ നീതു ഹരീഷുമായി വഴക്കുണ്ടാക്കുകയാണ്. എല്ലാം കേട്ട ഹരീഷ് പറയുന്നു നീതു നീ ഫോൺ വെച്ചിട്ട് പോ, എനിക്ക് വേറെ ജോലിയുണ്ട്. അങ്ങനെ ഹരീഷ് ഫോൺ കട്ട് ചെയ്ത് സുഭാഷിന്റെയും സുധീഷിന്റെ അരികിലേക്ക് പോവുകയാണ്. തുടർന്ന് നിധി ഓഫീസിൽ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മുഖത്തും നെറ്റിയിലും ഒക്കെ ബാൻഡേജ് ഒട്ടിച്ച് സിദ്ധാർത്ഥ് അവിടേക്ക് വരികയാണ്. നിധി സിദ്ധാർത്ഥിനെ ശ്രദ്ധിക്കുന്നുണ്ട്. മോഹനെ അരികിലേക്ക് വിളിച്ച് ഓഫീസ് കാര്യങ്ങൾ പറയുകയാണ് സിദ്ധാർത്ഥ്. മോഹൻ ചോദിക്കുന്നു എന്തു പറ്റി സിദ്ധാർത്ഥ്, മുഖത്ത് ബാൻഡേജ്. എല്ലാവരും സംശയത്തോടു കൂടി സിദ്ധാർത്ഥിനെ നോക്കുമ്പോൾ സുധീഷ് തല്ലിയതാണെന്ന് നിധി മനസ്സിലാക്കുകയാണ്. സിദ്ധാർത്ഥ് സത്യം
പറയുമോ എന്ന് നിധി ഭയക്കുന്നുണ്ട്. എന്തുപറ്റി സിദ്ധാർത്ഥ എന്ന് മോഹൻ ചോദിക്കുമ്പോൾ സിദ്ധാർത്ഥ് പറയുകയാണ് താഴെ വീണതാ. എവിടെയാ വീണതെന്ന് മോഹൻ ചോദിക്കുമ്പോൾ സിദ്ധാർത്ഥ് പറയുന്നു വീട്ടിലെ ബാത്റൂമില്. കുറച്ച് ശ്രദ്ധിച്ചൂടായിരുന്നോ എന്ന് മോഹൻ ചോദിക്കുമ്പോൾ സിദ്ധാർത്ഥ് പറയുകയാണ് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ വീഴുമായിരുന്നോ, ശ്രദ്ധിക്കാത്തത് കൊണ്ടല്ലേ വീണത്. ഇത് കേട്ട് ചിരി അടക്കി പിടിച്ച് ജോലികൾ ചെയ്യുകയാണ് നിധി. നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്യുന്ന പറഞ്ഞ് മോഹനെ അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ് സിദ്ധാർത്ഥ്. ദിവ്യപതിയെ നിധിയോട് ചോദിക്കുന്നു നിധി സിദ്ധാർത്ഥ് എന്താ രാവിലെ തന്നെ ദേഷ്യത്തിൽ. അറിയില്ലെന്ന് നിധി പറയുമ്പോൾ സിദ്ധാർത്ഥ് ചോദിക്കുന്നു നിധി മോഹൻ നിധിയുടെ കയ്യിൽ ഒരു ഫയൽ തന്നില്ലേ, അത് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞു. അപ്പൊ നിധി പറയുകയാണ് ഇല്ല സിദ്ധാർത്ഥ്, ഇന്നലെയല്ലേ ഫയൽ തന്നത്, സ്റ്റഡി ചെയ്യുന്നതേ ഉള്ളൂ. ഇത് കേട്ട് സിദ്ധാർത്ഥ ചോദിക്കുകയാണ് ഇതൊക്കെ ഒരു എക്സ്ക്യൂസ് ആണോ, ഇന്നലെ പറഞ്ഞതല്ലേ 24 hours ആയി, ഈ സമയത്തിനുള്ളിൽ ഒരു ഡിസൈൻ കാണിക്കണ്ടേ, ഇങ്ങനെ ഉത്തരവാദിത്വം ഇല്ലാണ്ടായാൽ എങ്ങനാ നിധി, വൈകുന്നേരത്തിനുള്ളിൽ എനിക്ക് ഇതിന്റെ ഡിസൈൻ കിട്ടണം, മനസ്സിലായോ. ശരി എന്ന് നിധി തലയാട്ടുമ്പോൾ സിദ്ധാർത്ഥ അവിടെ നിന്ന് പോവുകയാണ്. ദിവ്യ പറയുകയാണ് ഇന്നലെയല്ലേ പ്രോജക്ട് തന്നത്, ഇന്ന് തന്നെ ജോലി തീർക്കണമെന്ന് പറഞ്ഞാൽ എങ്ങനെ തീർക്കാനാ. സിദ്ധാർത്ഥിന് എന്താ പറ്റിയത്. തുടർന്ന് ആ കമ്പനിയിൽ നിന്നും മാറുന്നതിനെ കുറിച്ച് ആലോചിക്കുകയാണ് നിധി. സ്റ്റാഫുകൾ എല്ലാവരും കോഫി കുടിക്കാനായി പോകുമ്പോൾ ദിവ്യ ചോദിക്കുന്നു നിധി കോഫി കുടിക്കാൻ പോയാലോ. നിധി ഇത് ശ്രദ്ധിക്കുന്നതേ ഇല്ല. ദിവ്യ ചോദിക്കുന്നു നിധി കോഫി കുടിക്കാൻ പോയാലോ എന്നാ ചോദിച്ചത്, എന്താ ഇത്ര ആലോചിക്കുന്നത്. അപ്പൊ നിധി പറയുകയാണ് ദിവ്യ ഞാൻ വേറെ ജോലി അന്വേഷിച്ചാലോ എന്ന് ആലോചിക്കുക. എന്ത് പറ്റിയെന്ന് ദിവ്യ ചോദിക്കുമ്പോൾ നിധി പറയുകയാണ് എനിക്കിവിടെ കംഫർട്ടായിട്ട് തോന്നുന്നില്ല ദിവ്യ, വേറെ ജോലി കണ്ടുപിടിച്ചാൽ മതിയെന്ന് തോന്നുവാ. ദിവ്യ ചോദിക്കുന്നു എന്താ നിധി ഇങ്ങനെയൊക്കെ പറയുന്നത്, ഇപ്പൊ സിദ്ധാർത്ഥ് വഴക്ക് പറഞ്ഞത് കൊണ്ടാണോ. സിദ്ധാർത്ഥ് എന്തോ ടെൻഷനിൽ പറഞ്ഞതാ. നിധി വേണമെങ്കിൽ നോക്കിക്കോ, ഇന്ന് ഓഫീസിൽ നിന്ന് പോകുന്നതിന് മുമ്പേ നിധിയുടെ അരികെ വന്ന് സോറി പറയും സിദ്ധാർത്ഥ്. സിദ്ധാർത്ഥിന് നിധിയോടൊരു അടുപ്പം ഉണ്ടല്ലോ. അപ്പൊ നിധി പറയുകയാണ് ആ അടുപ്പം തന്നെയാ പ്രശ്നം. എന്ത് പറ്റി നിധി എന്ന് ദിവ്യ ചോദിക്കുമ്പോൾ നിധി പറയുകയാണ് ദിവ്യക്ക് അറിയാത്തത് കൊണ്ടാ അയാൾ ചില സമയത്ത് മോശമായി സംസാരിക്കുന്നത്, എനിക്കതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ ജോലി അന്വേഷിച്ചു തുടങ്ങി, ദിവ്യക്ക് ഏതെങ്കിലും കമ്പനിയിൽ അറിയാമെങ്കിൽ എന്നെ ഒന്ന് റെഫർ ചെയ്യണം, എത്രയും പെട്ടെന്ന് എനിക്ക് ഇവിടുന്ന് പോണം. ദിവ്യ ചോദിക്കുന്നു നിധി നീ ഇത്രയൊക്കെ പറയണമെങ്കിൽ എന്തെങ്കിലും ഉണ്ടായി കാണുമല്ലോ. നിധിയോട് സിദ്ധാർത്ഥിന് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായതാ, അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും നടന്നോ. അപ്പൊ നിധി പറയുകടാ അതൊന്നും അല്ല ദിവ്യെ, അയാൾ എന്നെ കാണുന്നത് ശരിയായിട്ടല്ല, അതൊന്നും എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. പ്രശ്നം ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ടും എന്തിനാ ഇവിടെ തന്നെ പിടിച്ചു നിൽക്കുന്നത്, അതെല്ലാം ആലോചിച്ചിട്ടാ ഞാൻ ഇങ്ങനെ ഒരു ഡിസിഷൻ എടുത്തത്. ഇത് കേട്ട് ദിവ്യ പറയുകയാണ് മനസ്സിലാവുന്നുണ്ട് നിധി, ഞാൻ എന്റെ ഫ്രണ്ട്സിനോടും പറയാം, എവിടെയെങ്കിലും വേക്കൻസി വന്നാ പറയാം, നമുക്ക് പോയി കോഫി കുടിച്ചാലോ. അപ്പൊ നിധി പറയുകയാണ് ഇപ്പൊ വേണ്ട, ഞാൻ പിന്നെ കുടിച്ചോളാം. ശരി എന്ന് പറഞ്ഞ ദിവ്യ കോഫി കുടിക്കാനായി പോകുന്നു. തുടർന്ന് നിധിയുടെ ഫോണിലേക്ക് വിളിച്ച് സുധീഷ് ചോദിക്കുന്നു നിധി എന്തെങ്കിലും പ്രശ്നമുണ്ടോ. പ്രശ്നമൊന്നുമില്ലെന്ന് നിധി പറയുമ്പോൾ സുധീഷ് ചോദിക്കണ്ട സിദ്ധാർത്ഥ് അവിടെ വന്നോ. വന്നു എന്ന് നിധി പറയുമ്പോൾ സുധീഷ് ചോദിക്കുന്നു എന്താ നടന്നതെന്ന് അവൻ പറഞ്ഞു കാണില്ലല്ലോ. പറയില്ല എന്ന് നിധി പറയുമ്പോൾ സുധീഷ് പറയണ ഞാൻ പറഞ്ഞില്ലേ അവൻ പറയില്ല, അവൻ നന്നായി പേടിച്ചിട്ടുണ്ട്. വേറെ എന്തെങ്കിലും ചെയ്തോ അവൻ, നടന്നത് വല്ലതും മനസ്സിൽ വെച്ച് നിധിയോട് ദേഷ്യത്തോടു കൂടി പെരുമാറുകയല്ലോ. അപ്പൊ നിധി പറയണേ ഇല്ല സുധീഷ് അങ്ങനെയൊന്നുമില്ല. ഇത് കേട്ട് സുധീഷ് പറയുന്നു ശരി പിന്നെ നിധിയുടെ റൂമിലേക്ക് വന്ന പാമ്പിനെ പിടിച്ചു, ഇനി നിധി പേടിക്കണ്ട. സത്യമാണോ എന്ന് നിധി ചോദിക്കുമ്പോൾ സുധീഷ് പറയണ സത്യം നിധി, രാത്രി നിധിക്ക് സമാധാനത്തോടു കൂടി ഉറങ്ങണ്ടേ, അതുകൊണ്ടാ ആൾക്കാരെ വിളിച്ചു വരുത്തി പാമ്പിനെ കണ്ടുപിടിച്ചത്. ഇനി നമ്മുടെ വീട്ടില് പാമ്പിന്റെ ശല്യം ഉണ്ടാകില്ല. ജനലൊക്കെ ശരിയാക്കുകയാണ്, വീട്ടിൽ എവിടെയൊക്കെ ഓട്ടയുണ്ടോ അതെല്ലാം അടയ്ക്കും. നിധി വീട്ടിലേക്ക് വരുന്നതിന് മുമ്പേ പണി കഴിയും. ശരി എന്ന് നിധി പറയുമ്പോൾ സുധീഷ് പറയണ ലഞ്ചിന് സമയമാകുന്നുണ്ട്, നന്നായിട്ട് കഴിക്കണം, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ എന്നെ വിളിച്ചാൽ മതി. ശരി സുധീഷ് എന്ന് പറഞ്ഞ നിധി സന്തോഷത്തോടു കൂടി ഫോൺ കട്ട് ചെയ്യുകയാണ്. ഈ സീരിയലിന്റെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്